നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവനടിയുടെ വെളിപ്പെടുത്തൽ. പ്രതിരോധത്തിലായി കോൺഗ്രസ് പാർട്ടി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭരണപരാജയങ്ങൾ തുറന്നുകാട്ടി സംസ്ഥാനത്ത് വരാനിരിക്കുന്ന ത്രിതല നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് കോൺഗ്രസ് പാർട്ടി പ്രചാരണത്തിൽ ഒരുപടി മുന്നിലായിരുന്നു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ആരോപണങ്ങൾ കോൺഗ്രസ് പാർട്ടിയെ ഒരുപടി പിന്നിലോട്ടാക്കി. മുഖം രക്ഷിക്കാൻ കോൺഗ്രസ് പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തെ രാജിവെപ്പിച്ചെങ്കിലും ഇപ്പോഴും വിഷയം സജീവമായി നിലനിൽക്കുന്നു. താൻ നിയമത്തിനെതിരായും ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായും ഒന്നും ചെയ്തിട്ടില്ലെന്നും തനിക്കെതിരെ ഉള്ളത് തെളിവുകളില്ലാത്ത വെറും ആരോപണം മാത്രമാണ്. യുവനടി എന്നും എപ്പോഴും തൻ്റെ നല്ല സുഹൃത്താണെന്നും താൻ നല്ല സുഹൃത്ത് വലയം കാത്തു സൂക്ഷിക്കുന്ന ആളാണെന്നും യുവനടി തൻ്റെ പേർ എവിടെയും പറഞ്ഞതായി കണ്ടില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. തനിക്കെതിരെ എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ തെളിവുകൾ സഹിതം അവർ കേസ് കൊടുക്കട്ടെ എന്നും തൻ്റെ നിരപരാധിത്വം താൻ കോടതിയിൽ തെളിയിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. തനിക്കെതിരെയുള്ള പരാതികൾ താൻ വ്യക്തിപരമായും നിയമപരമായും നേരിടും. യൂത്ത് കോൺഗ്രസിനെയോ കോൺഗ്രസ് പാർട്ടിയോ അതിലേക്ക് വലിച്ചിഴക്കില്ല. അവർക്കിവിടെ പിടിപ്പത് പണിയുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ ഊർജം വരാൻ പോകുന്ന നിയമസഭാ ത്രിതല പഞ്ചായത്തുകളുടെ തെരഞ്ഞെടുപ്പിനും അതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണപരാജയങ്ങൾക്കും എതിരെ പ്രവർത്തിക്കാനുള്ളതാണെന്നും തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് പാർട്ടി പ്രതിരോധത്തിലാവണ്ട എന്ന് കരുതിയാണ് ഇപ്പോൾ രാജിവെക്കുന്നതെന്നും തന്നോട് ആരും രാജി ആവശ്യപ്പെട്ടില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ദേശീയ നേതൃത്വത്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 6ഓളം പരാതികളാണ് ലഭിച്ചത്. യൂത്ത് കോൺഗ്രസിൽ നിന്ന് പോലും അദ്ദേഹത്തിനെതിരെ പരാതികൾ ഉണ്ടായതായി സ്ഥിരീകരിക്കുന്നു. CPM BJP നേതാക്കളിൽ പലരും ബലാത്സംഗ സ്ത്രീ വിഷയങ്ങളിൽ കേസിൽപ്പെട്ട് ജാമ്യമെടുത്തിട്ടുള്ളവരാണ്. അവർ ആരെങ്കിലും രാജിവെച്ചോ എന്നും പിന്നെന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നതെന്നും ചോദിക്കുന്നവർ കൂട്ടത്തിലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ആരോപണം ഉന്നയിച്ചവരെ വിവാദത്തിൽ ഉൾപ്പെടുത്തണ്ട എന്നുള്ള തീരുമാനം വളരെയധികം സ്വാഗതാർഹമാണ്. എത്ര വലിയ നേതാവായാലും ഗുരുതര കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കർശനമായി നേരിടുമെന്ന് VD സതീശൻ വ്യക്തമാക്കി. ഏതായാലും കോൺഗ്രസ് പാർട്ടി പൊടുന്നനെ നഷ്ടപ്പെട്ട മുഖച്ഛായ വീണ്ടെടുക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ്.